ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 റൗണ്ട് 16 മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ടീമുകളും സെറ്റാണ്. ഒരുപാട് പ്രതീക്ഷയോട് വന്ന വമ്പൻ ടീമുകളും വമ്പൻ പ്ലെയേഴ്സും റൗണ്ട് 16 പുറത്തായിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിലേക്ക് സെലക്ട് ആയ ടീമുകളും അവരുടെ മത്സരങ്ങളും ആ മത്സരത്തിന്റെ പ്രതീക്ഷകളും സാധ്യതകളും നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ക്വാർട്ടർ ഫൈനലിലെ ആദ്യത്തെ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിലാണ്. ഫൈനൽ കളിക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണ് ഫ്രാൻസ്. പക്ഷേ മൊറോക്കോയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല. അവര് ഒരു രക്ഷയില്ലാത്ത കളിയാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീ പാറുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ. രണ്ടാമത്തെ മത്സരം സ്പെയിൻ വേഴ്സസ് ബെൽജിയമാണ്. സ്പെയിനാണ് ആ മത്സരത്തിൽ മുൻഗണന എങ്കിലും ബെൽജിയത്തിനെ അങ്ങനെ കുറച്ച് കാണാൻ പറ്റില്ല. അവരും ഗംഭീര കളി തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സ്പെയിനിന്റെ ആ ഒരു പീക്ക് കളി ഇതുവരെ അവർ വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചിട്ടില്ല. ആകെ ഒരു കളിയിൽ മാത്രമാണ് നമുക്കത് കാണാൻ സാധിച്ചത്. ലാസ്റ്റ് പോർച്ചുഗലായിട്ടുള്ള കളിയിലും ജസ്റ്റ് ഒരു ഗോളിനാണ് അവർ ജയിച്ചത്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു മാച്ചാണ് സ്പെയിൻ വേഴ്സസ് ബെൽജിയം. മൂന്നാമത്തെ മത്സരം നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് ആണ്. വമ്പന്മാരായ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് നോർവേ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഹാലൻഡ് എന്ന മാസ്മരിക പ്ലെയറിന്റെ ഒറ്റ കരുത്തിലാണ് അവര് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടും ഒരു രക്ഷയില്ലാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഇതും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. രണ്ട് ടീമിനും ചാൻസ് ഉണ്ട്. നാലാമത്തെ മത്സരം എന്ന് പറയുന്നത് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും പ്രഡിക്റ്റബിൾ മാച്ച് ഇത് തന്നെയായിരിക്കും. കാരണം അർജന്റീനയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിന് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. അർജന്റീനയുടെ ഇപ്പോഴത്തെ ആ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ കളിയിൽ എന്തെങ്കിലും അട്ടിമറി നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം അർജന്റീനയുടെ അവസാനത്തെ മത്സരങ്ങൾ കപ്പോ വെറുതെ ആയിട്ടും ഈജിപ്റ്റ് ആയിട്ടും നമ്മളൊരു വൺ സൈഡ് മാച്ച് പ്രതീക്ഷിച്ചിട്ടും അതൊരു ടൈറ്റ് മത്സരം തന്നെയായിരുന്നു. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ആയിട്ട് അങ്ങനെ സാധ്യത കുറവാണ്. അപ്പോൾ ക്വാർട്ടർ ഫൈനലിലെ വാശിയേറിയ പോരാട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.